പുറത്ത് കൊണ്ടുവന്ന് പോസ്റ്റർ അടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് കൊണ്ടുവന്നത് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻ്റാണ്. അതിന് സംഘടനയ്ക്ക് നേരെ കേസുണ്ടായിട്ടുണ്ട്. ഒരു മുൻമന്ത്രി നമുക്ക് എതിരെ കേസ് കൊടുക്കുകയും നമ്മളത് അദ്ദേഹത്തെ തന്നെ അതിൻ്റെ സത്യം, അതിൻ്റെ വാസ്തവം ബോധ്യപ്പെടുത്തുകയും സമേതം എന്ന സർക്കാർ സൈറ്റിൽ നിന്നാണ് നമ്മളിതെല്ലാം എടുത്തത് എന്ന് സൈബർ സെല്ലിൽ പോയി പോലീസിനോടും അതുപോലെ ഈ മിനിസ്റ്റർ സ്റ്റാഫിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തപ്പം അവർക്കും മനസ്സിലായി. സത്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ പോലും ഒരു അളവ് വരെ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന തിരിച്ചറിവ്, നമ്മളെപ്പോലെ തന്നെ ഇതിൽ ഇടപെടേണ്ട ആളുകളും ബോധവാന്മാരല്ല എന്ന തിരിച്ചറിവിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അക്കാദമിക രംഗത്ത് ഇതിൻ്റെ ഡാറ്റ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം MEM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഇപ്പം അതൊരു പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, താലൂക്കാണെങ്കിൽ താലൂക്കിന്, മണ്ഡലാടിസ്ഥാനത്തിലാണെങ്കിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ഈ കണക്കുകൾ എടുക്കുകയും എന്നിട്ട് ഇപ്പം ഈ ഹയർ സെക്കൻഡറി പ്രശ്നം തന്നെ ഞാനത് ഉദാഹരണമായി എടുക്കുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പുനഃക്രമീകരിക്കുകയാണ് വേണ്ടത്. പ്രശ്നം എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ ആരെയും ഇത് ബ്ലെയിം ചെയ്യാനൊന്നും ഈ വേദി ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. പ്രശ്നമില്ലാത്ത സ്ഥലങ്ങൾ ലോകത്തൊക്കെ ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ, അത് സർക്കാരോ സംവിധാനങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതിന് സൊല്യൂഷൻ നിർദ്ദേശിക്കണമെങ്കിൽ നമുക്ക് നിർദ്ദേശിക്കാം. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ കാലത്ത് MEM കൃത്യമായി ഇത് എല്ലാ ഈ പറഞ്ഞ കക്ഷി രാഷ്ട്രീയ രംഗത്തെ ആളുകളെ ബോധവൽക്കരിച്ചിരുന്നു. ഈവൻ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അവരുടെ അന്നത്തെ പ്രകടന പത്രികയിൽ പോലും ഈ മലബാർ എഡ്യൂക്കേഷൻ പാക്കേജ് എന്ന ടേം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇതിനൊരു സൊല്യൂഷൻ താൽക്കാലികമായി മാർജിനൽ ഇൻക്രീസ് എന്ന താൽക്കാലിക ആശ്വാസമല്ല നമുക്ക് വേണ്ടത്. ശാശ്വതമായി പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള ദൗത്യമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇതിനുള്ള സൊല്യൂഷൻ. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവസരങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ കൺസേൺ ക്വാളിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റണം. നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്നും അത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പുറത്തേക്ക് പോകുന്ന സ്ഥിതി, അതൊരു ഫെലോഷിപ്പ് കിട്ടിയിട്ടോ സ്കോളർഷിപ്പ് കിട്ടിയിട്ടോ പോകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലിയ ലോൺ എടുത്ത് അവിടെ പോയി പിന്നെ ജോലി എടുക്കേണ്ട സാധ്യതയും കടക്കണിയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളും ഈ സമൂഹവും പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഇവിടെ തന്നെ ഒരുക്കാനുള്ള ലക്ഷ്യം കൂടി നമുക്കുണ്ട്. അതൊക്കെയാണ് നാം മുന്നോട്ട് ഉയർത്തുന്നത്. ഏതായാലും ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്തും ഞങ്ങൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും നിയമസഭയിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്, മന്ത്രിമന്ദിരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അന്നൊക്കെ ആദ്യം ചോദിച്ചിരുന്നു, എന്താ ഇപ്പോൾ പ്രശ്നം, ഉണ്ടല്ലോ, സീറ്റുണ്ടല്ലോ, അഡ്മിഷൻ നടക്കുന്നുണ്ടല്ലോ, എല്ലാ കൊല്ലവും ഉള്ളതല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതിൽ നിന്നും പ്രശ്നമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഭരണകൂടം തയ്യാറായി. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ +1 അഡ്മിഷൻ ഏകജാലക പ്രവേശനം നടക്കുന്നതിന് മുൻപ് തന്നെ മാർജിനൽ ഇൻക്രീസ് പ്രഖ്യാപനവുമായി സർക്കാരും മറ്റ് സംവിധാനങ്ങളും വന്നത്. പ്രശ്നമുണ്ട് എന്ന് സമ്മതിച്ചു. ഏതായാലും ഇനി അതിലേക്കുള്ള സൊല്യൂഷനുമായാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പം വിവേചനമുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുന്നിലും നമുക്കുള്ളിലുണ്ട്. അത് ബോധപൂർവമുള്ളതാണോ യാദൃശ്ചികമായി സംഭവിച്ചു പോകുന്നതാണോ എന്നുള്ളതുമൊക്കെ നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങളാണ്. ഏതായാലും ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഈ മേഖലയിൽ പ്രഗത്ഭരായ ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് MEM-നെ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചെയർമാനും മുഖ്യ രക്ഷാധികാരിയും ഇന്ന് ഇവിടെ നാം പുറത്തിറക്കുന്ന പുസ്തകം മലബാർ ആൻഡ് എഡ്യൂക്കേഷണൽ കോളനി ഓഫ് ട്രിവാൻഡ്രം എന്ന പുസ്തകം കുറുപ്പ് സാറ് കുറേ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, ലക്ഷ്യമാണ്. അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുന്നു. ആ സന്തോഷമുണ്ട്. ആദരപൂർവ്വം സ്നേഹത്തോടെ കുറുപ്പ് സാറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള CSI ഇംഗ്ലീഷ് ചർച്ചിലെ ഫാദർ TA ജെയിംസ് അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വസുമതി ടീച്ചർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാണ്. അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തിൽ സംസാരിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ O. അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.
KPCCയുടെ സെക്രട്ടറി KP നൌഷാദ് അലി അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. MEMന്റെ വൈസ് ചെയർമാൻ നസീർ ഹുസൈൻ സാഹിബ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് അംഗം CK സുബൈർ സാർ, ഇന്നത്തെ നമ്മുടെ പുസ്തകത്തിൻ്റെ ഓദർ കൂടിയായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് കുട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ജോയിൻറ്റ് സെക്രട്ടറി ഹാഷിം സാർ, മുഴുവൻ MEM പ്രവർത്തകർ, ഭാരവാഹികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, അധ്യാപകർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.